ഞാനിന്ന് നമ്മുടെ മഠത്തിലെ സജി എന്ന് പറയുന്ന ആറാട്ടുപുഴയിലെ മഠത്തിലെ സജി എന്ന് പറയുന്ന പുള്ളിയുടെ ആട് ഫാമിലാണ് നിൽക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ഇവിടെ ഒരുപാട് ആടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആട്ടും കൂടാണിത്. അപ്പം ഇത് ഏത് ഇനത്തിൽപ്പെടുന്ന ആടാണ്? ഇത് ജമനാപ്പാരയുടെ ക്രോസ് ഇനത്തിൽപ്പെടുന്നതാണ്. മലബാറിക്ക് ഇറങ്ങിയതാണ്. ആണല്ലോ, മലബാർ പെണ്ണാട് കേട്ടിട്ടുണ്ട്. ഈ സാധനം നിങ്ങൾ എങ്ങനെയാണ് ഇത് വളർത്തി മറിച്ച് കൊടുക്കുവാണോ? അല്ല, നമ്മൾ സെയിലിൽ ഇട്ടേക്കുന്നത് ഓൾറെഡി. അപ്പൊ ഇത് ലോഡ് എല്ലാ ആഴ്ചയിലും ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടാകും. നമ്മൾ സെയിൽ ചെയ്തെടുക്കുന്നത്. ഇത് ഏതാ മലബാറിയാണോ അതോ? മലബാറിക്ക് ജമനാപ്പാരിൽ ഇറങ്ങിയ ക്രോസാണ്. അപ്പൊ ഈ ആടൊക്കെയോ? ഇത് തോത്താപ്പൂരിയുടെ ക്രോസാണ് ഈ നിൽക്കുന്നത്. ഈ നിൽക്കുന്നത്. അപ്പൊ തോത്താപ്പൂരിയുടെ ക്രോസ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെടുന്ന ആടാണ് ഈ നിൽക്കുന്നത്. മീറ്റിൽ ഏതാണ്ട് ഒരു 40 kg വെയിറ്റ് കാണും. അത് കാണുമല്ലോ. ഇതിപ്പോ എത്ര കിലോ തൂക്കം വരും? ഓൾറെഡി അതൊരു 70 കിലോ ഓൾറെഡി അത് ലൈവ് തൂക്കം കാണും. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഓരോ ഇനത്തിൽപ്പെടുന്ന ആടാണോ നിൽക്കുന്നത്? ഇത് മലബാറിയുടെ മെയിലാണിത്. മലബാറി നാടൻ മെയിലാണിത്. അപ്പൊ അത് ആ നിൽക്കുന്ന മറ്റേ ഇത് പിന്നെ ഇത് പഞ്ചാബി ഒരു ഇനത്തിൽപ്പെട്ടതാണ്. പഞ്ചാബി ഇനത്തിൽപ്പെടുന്ന ഒരു പ്രത്യേക ഒരു ജെൻസാണ് ഇത്. അപ്പൊ ഇതിന് എന്തൊക്കെ ഫുഡുകളാണ് ഈ കൊടുക്കുന്നത്? നമ്മള് ഇതിന്റെ ആടിന്റെ പെല്ലറ്റ്, പിന്നെ തവിട്, പിന്നെ കഞ്ഞി എല്ലാം കൊടുക്കും. ഇതെല്ലാം മലബാറി പെണ്ണാടുകളാണ്, കുട്ടിയാടുകൾ. അതായത് ക്രോസിങ്ങിന് പാകമായ കുട്ടികളാണ്. ഇത് അത് ചനയാടാണ് ഇല്ല കിടക്കുന്നത്. ഈ കിടക്കുന്നല്ലേ? അല്ല, ഏറ്റവും അറ്റത്ത് കിടക്കുന്നത്. അപ്പൊ ഇത് പിന്നെ ഇങ്ങനെയാണ് ഈ വളർത്തുകാരൊക്കെ വന്നെടുക്കും അല്ലേ? അത് ശരി. നമ്മൾ ഓൾറെഡി ഇത്ര ആളിനെ സെയിലിൽ ഇട്ടിരിക്കുകയാണ്. നമ്മൾ സെയിലാണ് ഏറ്റവും ബാർബാറി എന്ന് പറഞ്ഞ. അപ്പൊ ഇങ്ങനെ വെറൈറ്റി ആടുകളൊക്കെ ഇറച്ചിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നാ പറയുന്നത്. ആണല്ലേ? അതായത് ഇത് ഒരു നമ്മള് ഈ പിന്നെ മാന്റെ ഇറച്ചിയുടെ ഒരു ടേസ്റ്റ് വരുമല്ലേ? അപ്പൊ പിന്നെ ഈ ഇതുപോലെ ഈ വെറൈറ്റി ആടുകളൊക്കെ നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മുടെ പിന്നെ ബീറ്റൽ ഉണ്ടായിരുന്നു, ഒറിജിനല് കരോളി. അപ്പൊ എവിടെ നിന്നാണ് ഈ മാർക്കറ്റ് ഇഷ്ടം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇല്ല, നമ്മുടെ കസ്റ്റമർ വിളിക്കും, നമ്മൾ ചെന്ന് എടുക്കുക. നമുക്ക് ഏജന്റുമാരുണ്ട്, എടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ തട്ടുകെട്ടിയാണ് നമ്മളിത് കൂടുന്ന് സജ്ജീകരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ആ ഒരു രീതി നിൽക്കുകയാണ്. ചെറിയ കുറവുകളൊക്കെ ഉണ്ട്, അതൊക്കെ നികത്തി എടുക്കാം. അപ്പൊ ഇതാണ് അതിന്റെ വെല്ലറ്റും ഇത് അങ്ങോട്ട് കാണിക്കുന്നത്. ഇതെന്താണ് ഈ സാധനം? തവിട. ഇതെന്ത് ഗോതമ്പ് തവിടാണ് അരിത്തവിടാണ്? ഗോതമ്പ്. അപ്പൊ ഈ നിൽക്കുന്നതാണ് മഠത്തിലെ സൈഡ്. അപ്പൊ നവാസാണ് ഇപ്പൊ ഇതിന്റെ നോട്ടക്കാരൻ അല്ലേ? ഇപ്പൊ അതിന് പിന്നെ എന്ത് കൊടുക്കണം? അതിന് കഞ്ഞിയും എല്ലാം കൊടുക്കും, എല്ലാം കഴിക്കും. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ആഹാരമൊന്നുമില്ല, എല്ലാ ആഹാരവും കഴിക്കും. അപ്പൊ ഈ ഇനി കൊമ്പ് ഈ വളഞ്ഞിങ്ങനെ വരുന്ന ടൈപ്പ് ഉണ്ടോ? അതാണോ മലബാറി? അല്ല, ഓൾറെഡി ഇത് ഇങ്ങനെ വരുത്തോളൂ. ഇത് ക്രോസ് ഇറങ്ങുന്നതാണ്. മറ്റേ ഈ ചെമ്മരി ഇനത്തിൽപ്പെടുന്ന നാടിനെയൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ സൈഡിൽ കുറവ്. നമ്മുടെ കേരളത്തിൽ പൊതുവെ അത് എങ്ങനെയാണ് ഈ ഇപ്പൊ ആടിന്റെ ഇറച്ചി വില? 700 രൂപ. മുട്ടനാടിന്റെ 700 രൂപ. പെണ്ണാട് 600 രൂപ. ഇപ്പൊ ഇതിന്റെ തീറ്റയായിട്ടൊക്കെ എങ്ങനെയുണ്ട്? നമുക്ക് മുതലാക്കി പോകാൻ പറ്റുന്നുണ്ട്? ചിലതൊക്കെ ലാഭകരമായിരിക്കും. എല്ലാ ലാഭം തന്നെ നോക്കിക്കൊണ്ടല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഈ ആടിന് എന്ത് വില വീഴും? ഈ മറ്റേ ആ ചെവി നീളമുള്ള ടൈപ്പുള്ള ഈ ആടിന് ഏകദേശം ക്രോസ് ആണ്. നമ്മളത് ഇട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു വില ഒരു 22 രൂപ 21 രൂപ കൂടും. അപ്പൊ നമ്മള് പിന്നെ ഇതിനകത്ത് കോണ്ടാക്ട് ചെയ്താൽ എപ്പോ വേണേലും ഞങ്ങളെ സമീപിക്കും. അപ്പൊ അത് കോണ്ടാക്ട് നമ്പർ ഞങ്ങൾ ഇതിൽ നിങ്ങൾ കൊടുത്തു. അപ്പൊ പിന്നെ ഷാജി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പാർട്ണറുണ്ട്, പുള്ളിയുടെ നമ്പറായി കോണ്ടാക്ട് ചെയ്ത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ ഞാൻ എത്തുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.